മീഡിയ വൺ സ്റ്റാർ ഷെഫ് മത്സരത്തിലെ ജേതാക്കളെ പ്രഖ്യാപിച്ചു. എറണാകുളം സ്വദേശി നസീമ സ്റ്റാർ ഷെഫായി തെരഞ്ഞെടുക്കപ്പെട്ടു. കാസർഗോഡ് സ്വദേശി ഫസീല ഉസ്മാനാണ് രണ്ടാം സ്ഥാനം. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ദീപക് ശരത് മൂന്നാം സ്ഥാനം നേടി. ജൂനിയർ ഷെഫ് മത്സരത്തിൽ കോഴിക്കോട് സ്വദേശി അഹമ്മദ് യാസിൻ ഒന്നാമതെത്തി. രുചിയുടെ വാശിയേറിയ മീഡിയ വൺ സ്റ്റാർ ഷെഫ് മത്സരത്തിൽ സ്റ്റാർ ഷെഫായി തെരഞ്ഞെടുക്കപ്പെട്ടത് നസീബ. നസീബ നാട്ടിലെവിടെയാണ്? എറണാകുളം. എന്താണ് ഇന്ന് ഇവിടെ ഈ മേളയിൽ വിജയിക്കാനായിട്ട് തയ്യാറാക്കിയത്? എന്തായിരുന്നു ആ വിഭവം? ആക്ച്വലി ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ എടുത്ത് കൊടുക്കലായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു കപ്പ, നമ്മുടെ കൊള്ളിക്കിഴങ്ങ് കപ്പ, അതും സ്വീറ്റ് പൊട്ടാറ്റോയും പിന്നെ വെർമിസിലൊക്കെ വെച്ചിട്ട് ഒരു അട ചെയ്തു. അടയുടെ ഫില്ലിംഗ് ആയിട്ട് ഫൈനലിൽ എന്താ ഉണ്ടാക്കിയത്? ഫൈനലിൽ പിന്നെ നമുക്ക് മിസ്റ്ററി ബോക്സിൽ 5 ഇൻഗ്രീഡിയൻസ് ആയിരുന്നു. ചിക്കൻ ഉണ്ടായിരുന്നു, കോക്കനട്ട് ഉണ്ടായിരുന്നു, തൈര് ഉണ്ടായിരുന്നു, പ്രോൺസ് ഉണ്ടായിരുന്നു, പിന്നെ പൈൻ നട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എക്സെപ്റ്റ് പ്രോൺസ് മറ്റുള്ളതൊക്കെ നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നതാണ്. പ്രോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ടായിട്ട് കഴിക്കുന്നല്ലാണ്ട് നമ്മൾ അതുകൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിൽ വന്നത് തേങ്ങ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു കേരള ഡിഷിനെ ഫ്യൂഷനായിട്ട് ഒരു സ്വീറ്റ് സോസും കൂടി കൊടുത്തിട്ട്, അപ്പോൾ പ്രോൺസ് കൊണ്ട് ഞാനൊരു സോസ് ചെയ്ത്, പിന്നെ ചിക്കന് ജസ്റ്റ് ഒരു ചില്ലി ഫ്ലേക്സും പിന്നെ അങ്ങനെയൊക്കെ ചെയ്തൊരു സ്വീറ്റ്. എന്തായിരുന്നു അതിൻ്റെ പേര്? ആക്ച്വലി പേര് മെസ്മറൈസിങ് ഡിഷ് കൊക്കോ നട്ടി ചിക്കൻ വിത്ത് പ്രൂൺ സോസ്. അങ്ങനെ അത് 5000 ദർഹത്തിൻ്റെ സമ്മാനം നേടിയിരിക്കുകയാണ്. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. രണ്ടാമത്തെ ആള് അതിലേക്ക് പോവാണ്. ഒന്ന് പരിചയപ്പെടുത്താവോ പേര് പറഞ്ഞിട്ട്? പേര് ഫസീല ഉസ്മാൻ. നാട്ടിലെവിടെയാ? കാസർഗോഡ്. ഇവിടെ അബുദാബിയിലാണ് താമസിക്കുന്നത്. ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് സ്റ്റഫ്ഡ് ചിക്കൻ, സ്റ്റഫ്ഡ് കോക്കനട്ട് ചിക്കൻ വിത്ത് പ്രൂൺസ് പൈനട്ട് സോസ്. അതാണ് ഉണ്ടാക്കിയത്. അത് രണ്ടാം സമ്മാനം. അതെ, 2000 ദർഹം. 3000 ആണ് കിട്ടിയത്. എല്ലാ ഇൻഗ്രീഡിയൻസും അവർ മിസ്റ്ററി ബോക്സിൽ തന്നിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്തിട്ട് 1 hour കുക്ക് ചെയ്തിട്ട് എടുത്തു. ഷെഫ് പിള്ള സാറിന് നല്ല ഇഷ്ടമായി, വെരി ഗുഡ് പറഞ്ഞു. മൂന്നാം സ്ഥാനം നേടിയത് വനിതകളുടെ മത്സരത്തിൽ പോരടിക്കാൻ തയ്യാറായി വന്ന ഒരു ആൺസിംഹം ആണ് ഇപ്രാവശ്യം മൂന്നാം സ്ഥാനം നേടിയത്. ഒന്ന് പരിചയപ്പെടുത്താവോ? എന്റെ പേര് ദീപക്. അപ്പൊ ഈ പേടിയുണ്ടായിരുന്നോ ഇത്രയും ആളുകളുടെ ഇടയിൽ, വനിതകളുടെ ഇടയിൽ മത്സരിക്കാൻ? പേടിയൊന്നും, ഒരു പിടി കൊടുത്തിട്ട് വിടില്ല, അത്രേ ഉള്ളൂ. എന്തായാലും പറ്റുന്നുള്ള ഉറപ്പായിരുന്നു. കുഴപ്പമില്ല, നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു, നല്ലൊരു ഫൈറ്റ് ആയിരുന്നു. കോൺസെപ്റ്റ് എല്ലാം നല്ല അടിപൊളി കോൺസെപ്റ്റ് ആയിരുന്നു. മൂന്നാം സ്ഥാനം അടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിലെ ജൂനിയർ ഷെഫുകളെ പരിചയപ്പെടാം. ജൂനിയർ ഷെഫായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് പരിചയപ്പെടുത്തിയ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയ? അഹമ്മദ് യസാൻ. എവിടെയാണ് നാട്ടില്? കോഴിക്കോട്. എന്താണ് സയാദ് ഇവിടെ ഉണ്ടാക്കിയത്? ഉണ്ടാക്കിയ കുക്കുംബർ മുഹമ്മദ് സൂഷി. എന്താ അത്? അതൊരു മിഡിൽ ഈസ്റ്റേൺ ഡിഷാ. സൂഷി ഒക്കെ ജപ്പാനീസ് ഡിഷല്ലേ. സോ അതിൽ വെക്കുന്ന റോ ഫിഷ് ആണ്. സോ ഐ ഡോണ്ട് ലൈക്ക് റോ ഫിഷ്. സോ എന്റെ വേർഷൻ ആയിട്ട് ഞാൻ മോഡിഫൈ ചെയ്ത്. അതിനായിരുന്നു ജൂനിയർ ഷെഫിൽ ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം നേടിയ ആളെ പരിചയപ്പെടാം. രണ്ടാം സ്ഥാനം നേടിയ ആളുടെ പേരെന്താ? നാട്ടിലെവിടെയാ? മലപ്പുറത്ത്. എന്തെന്നാ ഉണ്ടാക്കിയത്? ഇനി ജൂനിയർ ഷെഫില് മൂന്നാം സ്ഥാനം നേടിയ ആളാണ്. ആളുടെ പേരെന്താ? സയാൻ. സയാൻ നാട്ടിലെവിടെയാ? കോഴിക്കോട്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇനി സംഘം ചേർന്ന് ഇതിൽ മത്സരിക്കാൻ വന്ന ഷെഫ്, ഇതിന്റെ ടേസ്റ്റി സ്ക്വാഡിലെ ജേതാക്കളെ പരിചയപ്പെടാം. ഗ്രൂപ്പിലെ ഫസ്റ്റ് അല്ലേ? ഇങ്ങോട്ട് വാ. എന്താ പേര്? നമ്മളെ ഗ്രൂപ്പിന്റെ പേരാണോ? ഗ്രൂപ്പിന്റെ പേരും അംഗങ്ങളുടെ പേരും പറഞ്ഞു. നമ്മളെ ഗ്രൂപ്പിന്റെ പേര് ക്രിയേറ്റീവ് ഷെഫ്സ്. എന്താണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്? നമ്മളെ കേരള ഡിഷിനെ ഓരോ
എന്താ പറയാ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ചെയ്തത് എന്താണെന്നോ 4 പേരാണല്ലോ ഒരു ഇതിലുള്ളത്. ആ 4 പേരാരൊക്കെയാണ്? നമ്മുടെ 4 പേര്. എൻ്റെ പേര് മജ്നാസ്, അബുദാബിന്നാണ് വരുന്നത്. ബാക്കിയുള്ള ജെസ്സി, എൻ്റെ പേര് ജസീല, അബുദാബിന്നാണ്. നിങ്ങൾ ഇടകലർന്നിട്ടായിരുന്നു. എന്താ പേര്? ഗൻസീർ. ഒരേ ടീമല്ലേ? അബുദാബി. ക്രിയേറ്റീവ് ഷെഫ്സ് എന്ന പേരിൽ ഈ സ്ക്വാഡായിട്ട് മത്സരിച്ചിട്ട് സമ്മാനം നേടിയവര്. അങ്ങനെ ഇക്കുറി വളരെ വാശിയേറിയ മത്സരമാണ് ഈ രുചിമേളയിൽ ഉണ്ടായിരുന്നത്. ഇവരാണ് അവസാനം ഫൈനൽ ജേതാക്കളായി വന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെ മറ്റ് 2 ടീമുകൾ കൂടി ഈ ജേതാക്കളായി എത്തിയിട്ടുണ്ട്. യാസർ അർഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ഷാർജ.